ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ് എല്ലാം എന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയും അങ്ങോട്ട് സമയമുണ്ട്. പിഴവുകൾ തിരുത്താനുള്ള സമയമാണ്. ഇത്തരത്തിൽ ഐക്യത്തിൽ എന്തെങ്കിലും വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന ഇപ്പോൾ പോയി എന്ന് പറയുന്ന ഒന്ന് ആപ്പിൻ്റെ വോട്ടുകളാണ്. ആപ്പ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ല, പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നവരാണ്. ആ വോട്ട് പ്രതീക്ഷിക്കാതെ തന്നെ 315 കിട്ടും എന്നാണ് നേരത്തെ ജയറാം രമേശ് പറഞ്ഞിരുന്നത്. അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കുമ്പോൾ ഏത് രൂപത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആളുകൾ തിരഞ്ഞെടുപ്പിൽ കളം മാറുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. എങ്ങനെയാണ് കളം മാറിയിട്ടുള്ളത്? അപ്പോൾ ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും അത് സംഭവിച്ചിട്ടുണ്ടോ? ഇനിയുള്ളത് ശിവസേനയാണല്ലോ, ശിവസേന ഉദ്ധവ് വിഭാഗം. അതിൽ തന്നെ ചില MP-മാർ ഷിൻഡെ വിഭാഗത്തിലേക്ക് അടുക്കുന്നു എന്ന സൂചനകൾക്കിടെയാണ് ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഷിൻഡെക്ക് വേണ്ടി ഷിൻഡെ അവിടെ ചരടുവലി നടത്തിയിട്ടുണ്ടാകാം, അവിടേക്ക് പോയിട്ടുണ്ടാകാം, മറിഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു. ഇനി DMK-യിൽ നിന്നടക്കം പോയിട്ടുണ്ടെങ്കിൽ അത് DMK-യും ഗൗരവത്തിൽ പരിശോധിക്കണം. കാരണം ഒരു കൃത്യമായ നിലപാടെടുത്തൊക്കെ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്കാണല്ലോ അവർ പ്രതികരിച്ചിട്ടുമുള്ളത്. അപ്പോൾ അത് പരിശോധിക്കേണ്ടതാണ്. ഏതായാലും ഇതൊരു പാഠമാണ്. ഇത് മുന്നോട്ടുള്ള പോക്കിന് കുറച്ചുകൂടി കരുതൽ നൽകാൻ പ്രതിപക്ഷത്തിന് ശക്തി പകരും, അതിൽ കുറച്ചുകൂടി ജാഗ്രതാക്കും അവരെ എന്നുള്ളതാണ് കരുതുന്നത്. അല്ലാതെ ഒരു പെസിമിസ്റ്റായി ഞാൻ അതിൽ പ്രതികരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് അപകടത്തിലാണ് ഇന്ത്യ മുന്നണി എന്ന് ഞാൻ കരുതുന്നേയില്ല.